അതെല്ലാം അതിനെ തച്ചുടച്ചുകൊണ്ട് അവർക്കൊരു സ്വാതന്ത്ര്യമില്ലാത്ത നിലവാരത്തിലേക്ക് പേരുണ്ടായിട്ട് മുകളിൽ നിൽക്കുക. അതാണ് അതോറിറ്റി. നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ അങ്ങോട്ട് പറയുന്നത് കേട്ടാൽ മതി. ഞാനാണ് ഇവിടെ കാര്യങ്ങളൊക്കെ പറയുന്നത്, നിനക്ക് അതനുസരിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ എന്നോട് ജീവിച്ചാൽ മതി. ഞാൻ എടുക്കുന്ന കോഴ്സ് നിനക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചാൽ മതി. ഞാൻ തരുന്ന ആഹാരം നിനക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ നീ കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ വേണം. ഈ മോക്ക് എത്ര വയസ്സുണ്ട്? ഈ മോക്ക് 2 ഓക്കെ. ഈ കുഞ്ഞിന് വേറെ ഡ്രസ്സിന് വേണ്ടി വഴക്കുണ്ടാക്കൂ. എനിക്ക് ഇന്ന ഡ്രസ്സ് വേണം, ഇന്ന ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു. എന്നാൽ ഇതിന്റെ മൂത്തതിനോട് ചോദിക്കണം. ഒരു ഡ്രസ്സ് ഇട്ട് കൊടുത്താൽ ഉടനെ പറയും എനിക്കത് വേണ്ട, എനിക്ക് മറ്റേ ഡ്രസ്സ് വേണം. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതിട്ട് കൊടുക്കുമ്പോൾ പറയും എനിക്ക് ഇത് പോരാ, എനിക്ക് അത് വേണം. അതെടുത്ത് കൊടുക്കുമ്പോൾ പറയും എനിക്ക് ചുമന്നത് വേണം. ചുമന്നെടുത്ത് കൊടുക്കുമ്പോൾ പറയും മഞ്ഞ വേണം. ഈ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ ഞാൻ അറിയാം. അതിന്റെ ആൻസർ എന്താണ്? ഈ ഇരിക്കുന്ന കുഞ്ഞിനും വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം വ്യക്തിത്വമുണ്ട്, അവരുടേതായ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. ആ വ്യക്തിത്വത്തെ ഹനിക്കുന്ന, വ്യക്തിത്വത്തെ മുറിവേൽപ്പിക്കുന്ന പേരന്റിങ് ആകരുത് നമ്മുടെ പേരന്റിങ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, ആ വ്യക്തിത്വത്തെ, ആ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് നീതി പോലും ലഭിക്കത്തില്ല. ഈ രാജ്യം അനുശാസിക്കുന്ന ഒരു നീതി പോലും നമുക്ക് ലഭിക്കത്തില്ല. നാളെ ഈ കുഞ്ഞു കൊണ്ടുവന്ന് നാളെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ നമ്മൾ അകത്താം. എന്താ കാര്യം എന്ന് പറയുമ്പോ ആ കുഞ്ഞിനും ഇവിടെ ജീവിക്കുവാനുള്ള, ഇഷ്ടാനിഷ്ടങ്ങളോടെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് വിദേശത്തൊക്കെ കുഞ്ഞുങ്ങളെ അടിച്ച ഉടനെ ഫോൺ ചെയ്ത് അവരെ പോലീസിൽ ചെയ്തു. ഇല്ലാത്തത് കൊണ്ട് സ്തോത്രം. അങ്ങനെ നിയമം സത്യത്തിലുണ്ട്, പക്ഷെ അത് നടപ്പിലാകാതിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഇല്ലെങ്കിൽ എത്രയോ വീട്ടിൽ പോലീസ് എന്നും വന്ന് ഇറങ്ങിയത് രാവിലെ വരെ വൈകിട്ടും വരും, കാരണം പാറക്കി എടുത്തിട്ട് അടിക്കാം. ഈ അടി കൊണ്ട് കൊച്ചിനോട് ചോദിക്കണം, മോൻ ഇന്ന് എത്ര കിട്ടി? മോൻ എന്തിനാണ് അടി കിട്ടിയത്? നീ എന്തെങ്കിലും കുറ്റം ചെയ്തു? എന്റെ സഹോദരന്മാരെ, നിങ്ങൾ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കേണ്ടതല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ ആശയം. പക്ഷേ നിങ്ങൾ ശിക്ഷിക്കുമ്പോൾ ആ കുഞ്ഞിന് മനസ്സിലാകണം അവനെ എന്തിനാ അടിച്ചതെന്ന്. അറ്റ്ലീസ്റ്റ് ഇതങ്ങനാണോ? ഇത് ഭർത്താവിനോടുള്ള കലിപ്പ് തീർക്കുന്നത് മുഴുവനും കുഞ്ഞുങ്ങളുടെ ദേഹത്താണ്. ഭാര്യയോടുള്ള കലിപ്പ് മുഴുവനും തീർക്കുന്നത് അമ്മായിയപ്പൻ ഉണ്ടെങ്കിൽ, അമ്മായിയമ്മ ഉണ്ടെങ്കിൽ അതുങ്ങളോടുള്ള. സത്യത്തിൽ ഈ കുഞ്ഞ് എന്തോ കഴിച്ചു? ഈ കുഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു? കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ല, നല്ല കുഞ്ഞാ. കർത്താവ് പറഞ്ഞു നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകാം. ആ കുഞ്ഞിനെ എടുത്തിട്ട് അങ്ങ് അടിക്കുക. അടിച്ചിട്ട് ആ കുഞ്ഞിന് അറിയത്തില്ല, ഇച്ചിരി കഴിഞ്ഞപ്പോ അത് തടവിക്കൊണ്ടങ്ങ് പോയി. പക്ഷേ ഈ കാലയളവിലെ കുഞ്ഞുങ്ങളെ നാം അങ്ങനെ അടിക്കുമ്പോ, ശിക്ഷിക്കുമ്പോ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോണം. ഇന്ന് എല്ലാ വീട്ടിലും 1, 2, മാക്സിമം 2, അപൂർവങ്ങളിൽ അപൂർവം 3 ഒന്നാ എല്ലായിടത്തും കൂടി വന്നാൽ 2 കാണും. അപ്പന്റെ അമ്മയുടെ കൂടെ ജീവിക്കുന്നത്. പണ്ട് ഞാൻ ആലോചിക്കുന്നത് എന്നെ അടിച്ചതിനൊക്കെ കൈ കണക്കുമില്ല. എന്തൊക്കെ വെച്ച് അടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊന്നും അറിയത്തില്ല. മണൽ വെച്ച് അടിച്ചിട്ടുണ്ട്. ഈ ക്രാഞ്ചിൽ എന്ന് പറഞ്ഞാൽ അറിയത്തില്ല, ഈ തെങ്ങിന്റെ അത് വെച്ച് അടിച്ചിട്ടുണ്ട്. കൈ കിട്ടി തവി വെച്ച് അടിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ അതിനൊക്കെ ഹീൽ ചെയ്യാൻ
സഹോദരങ്ങളുണ്ടായിരുന്നു, അയൽക്കാരുണ്ടായിരുന്നു, വല്യപ്പച്ചനുണ്ടായിരുന്നു, വല്യമ്മച്ചി ഉണ്ടായിരുന്നു. ആ പ്രശ്നം, നമ്മുടെ ആ വേദന പരിഹരിക്കാൻ അവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനല്ല. ഇന്ന് അപ്പാടെ എല്ലാ വീട്ടിലും ഒന്നേ ഉള്ളു, ന്യൂക്ലിയർ ഫാമിലിയായി. അതുകൊണ്ട് പറയുമ്പോൾ ഇപ്പൊ ഒരു മുറിവേറ്റ ഉടനെ അവർ പറയുന്നത്, മിക്ക വീട്ടുകളിലും പറയുന്ന വാക്കാണ്, ഞാൻ ഇറങ്ങിപ്പോവും, ഞാനൊക്കെ ഇറങ്ങിപ്പോവും, ഞാൻ പോയി ചത്തുകളെ. ഇവിടെ വലിയൊരു പറയുന്നത് അന്തരവാ, ഞാൻ പോയി ചത്തുകളെ. എന്താന്ന് പറയുമ്പോ അവരുടെ വീട്ടിനകത്ത് അവർക്ക് ഈ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഇല്ല, ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ പണ്ട് അങ്ങനല്ല. എത്ര എനിക്ക് കിട്ടിയ അടികളൊക്കെ എന്റെ ദൈവമേ, ഞാൻ ആലോചിക്കും സാറന്മാരൊക്കെ പൊതിരെ എടുത്തിട്ടടിക്കും. ഞാൻ ഓടിട്ടുണ്ട്, ഈ ഡെസ്കിന്റെ ചുറ്റും അടിച്ചിട്ടുണ്ട്. എന്റെ കണക്ക് സാറാണെങ്കിൽ അടിച്ച അടിക്ക് കൈ കൊടുക്കില്ല. ഇന്നാണെങ്കിൽ ഏതെങ്കിലും കുഞ്ഞിനെ അടിച്ചാലേ അറിയാം, വിവരം അറിയാം. പണ്ട് അതും കൊണ്ടോട് ഇച്ചിരി പിറ്റേ ദിവസം കണക്ക് സാധനം ഒപ്പിച്ചത് നമ്മൾ നെടുഞ്ഞിരിക്കും, ഒരു ഭാരവും ഇല്ല. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ മമ്മി തപ്പി നോക്കിയിട്ട്, ഇല്ലെങ്കിൽ അപ്പച്ചൻ നോക്കിയിട്ട് മോനെ കുഴപ്പമില്ല കേട്ടോ. ഇന്ന് ആദ്യം ഇളകുന്ന ആര്? ഞാൻ ഈ പറഞ്ഞതിന്റെ ആശയം, ഈ കുഞ്ഞുങ്ങളെ ഈ നമ്മൾ ശിക്ഷിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരറിഞ്ഞിരിക്കണം എന്തിനാണെന്ന് നമ്മൾ ശിക്ഷിക്കുന്നതെന്ന് അവരറിഞ്ഞ് അവരെ ശിക്ഷിച്ചാൽ. ഞാൻ എന്റെ ഒരു രാഷ്ട്രീയ ശുശ്രൂഷകൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുമ്പോൾ സ്നേഹത്തിൽ വേണം ശിക്ഷിക്കാൻ. സ്നേഹത്തോടെ അവരെ ശിക്ഷിക്കണം. കാരണം എന്താ പറയുമ്പോ അവരെ ശിക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കോപം ഉണ്ടാകരുത്, സ്നേഹത്തിൽ വേണം ചെയ്യാൻ. കോപത്തോടെ നിങ്ങൾ ശിക്ഷിച്ചാൽ ആ കോപത്തിന്റെ എഫക്റ്റ് അവനുണ്ടാകും. എന്നാൽ സ്നേഹത്തോടെ ശിക്ഷിച്ചാൽ ആ സ്നേഹത്തിന്റെ എഫക്റ്റ് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. കോപത്തോടെ ശിക്ഷിക്കുന്നതും സ്നേഹത്തോടെ ശിക്ഷിക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ചിലർ കോപിച്ചാൽ കണ്ടിട്ടുണ്ടോ, മുടിയൊക്കെ അയച്ചിട്ട് ചിലർ കരയും, ചിലർ നിലവിളിക്കും, ചിലർ ഭിത്തിയത്തിലുള്ള തലയിടിക്കും. ഞാൻ എവിടുത്തുകാരുടെ കാര്യമല്ലേ പറഞ്ഞു, കേരളക്കാരുടെ കാര്യമാണ്. ചിലർ വായി വരുന്നതൊക്കെ പറയും. കോപം അകത്തുനിന്ന് കയറി വരുന്നത് കൊണ്ട് ഈ കോപത്തിന്റെ എഫക്റ്റ് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വരുമ്പോൾ അവർ ഈ ആഴമായ മുറിവുണ്ടാക്കും. ഹീൽ ചെയ്യാൻ ആരും ഉണ്ടാകുന്നില്ല. ഒന്നാമത്തെ കാര്യം, പണ്ട് അമ്മാച്ചനുണ്ട്, അമ്മാവിയുണ്ട്, അപ്പാപ്പനുണ്ട്, അയൽക്കാരുണ്ട്, വീട്ടുകാരുണ്ട്. ഇതിപ്പോ ആരും ഇല്ല കുഞ്ഞുങ്ങൾക്കൊന്ന് ഹീലാകാൻ, അവരെ ആശ്വസിപ്പിക്കാൻ. എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ കോപിച്ചിട്ട് നിൽക്കുക. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശമുണ്ട്. എന്താണെന്നറിയാമോ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കരുതെന്ന് ഞാൻ പറയത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, വടിയെ സ്നേഹിക്കാത്തവൻ തന്റെ മകനെ സ്നേഹിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ശിക്ഷിക്കുമ്പോൾ അന്നത്തെ ദേഷ്യത്തിന് അടിക്കരുത്. പകരം അവൻ തെറ്റിയതിനുള്ള ശിക്ഷ നിങ്ങൾ കൊടുക്കണം. അതെപ്പോഴാണെന്ന് പറയുമ്പോൾ സ്നേഹത്തോടെ കൊടുക്കണം. അങ്ങനെ സ്നേഹത്തോടെ ശിക്ഷിച്ചെങ്കിൽ മാത്രമേ ആ ശിക്ഷ നന്മയായി തീർന്നുള്ളൂ. ഒരു ഉദാഹരണത്തോടെ പറഞ്ഞ വാക്കുകൾ, എന്റെ നാട്ടിൽ ഞങ്ങളൊരു ബന്ധുവും കൂടെ റെക്കോർഡിംഗ് ലൈവ് ഫുള്ളൊന്നും മാത്രമല്ലോ, റെക്കോർഡിംഗ് തന്നെ മാത്രമല്ലോ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന ഒരു കുടുംബമാണ്. പുള്ളിക്കാരന് ഗവൺമെന്റ് തലത്തിലെ നല്ല ഉദ്യോഗസ്ഥനാണ്, ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥനാണ്. കുഞ്ഞുങ്ങളെ ഭയങ്കരമായിട്ട് ശിക്ഷിക്കണം. ഞാനൊരു പ്രാവശ്യം ചെന്നപ്പോ തെങ്ങെ പിടിച്ച് കെട്ടിയിട്ട് അടിക്കുക. തെങ്ങെ പിടിച്ച് കെട്ടിയിട്ടിട്ട് ഈ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ നാട്ടിലൊക്കെ ഒരു കേബിൾ ഉണ്ടായിരുന്നു, കറുത്ത ഒരു കേബിൾ, അതെടുത്തുകൊണ്ട് വെച്ച് അടിക്കും. അവന്മാരോട് നിലവിളിക്കും. എന്നിട്ടോ പൂരപ്പാട്ടുവാ പാടുന്നത്, ചിത്തവിളിയോടെ ചിത്തവിളി. നാട്ടുകാരൊക്കെ ഇടപെട്ട് പിന്നെ അവസാനം പറഞ്ഞു എന്നിതൊക്കെ തന്നെ. പക്ഷേ ചില നാടുകൾ കഴിഞ്ഞപ്പോ ഈ വ്യക്തികളിലുണ്ടായ, അവരുടെ ഹൃദയത്തിലുണ്ടായ മുറിവുകൾ
അവരുടെ ജീവിതത്തിൽ അവരോടൊപ്പം വളർന്നെന്ന് മാത്രമല്ല, അവരിന്ന് സമൂഹത്തിന്, വീടിന്, ഞാൻ പറഞ്ഞ ഭാരതത്തിന് പോലും വലിയ ഭീഷണിയുള്ളവരായി മാറും. അല്പം മരിച്ചു, അമ്മ മരിച്ചു, ഒരു തുള്ളി വെള്ളം അവർ കൊടുത്തു, സ്നേഹത്തോടും തലോടിയിട്ടില്ല, ആ ശുശ്രൂഷകൾ സംബന്ധിച്ചിട്ടില്ല. ഞാൻ ഈ പറഞ്ഞതിന്റെ ആശയമുണ്ടെന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയത്തിലുണ്ടായ മുറിവ്, ആ മനുഷ്യന്റെ വ്യക്തിത്വങ്ങൾ വളരുന്നതിനോടൊപ്പം ഈ മുറിവും വളരുകയാണ്. നാം കൊടുക്കുന്ന ശിക്ഷയുടെ മുറിവുകൾ ഹീലായില്ലെന്നുണ്ടെങ്കിൽ, കുണ്ട്ര ചില വർഷങ്ങൾക്ക്, ഞാൻ താമസിക്കുന്ന കുണ്ട്രയിലാണ്, ചില വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം. ഒരു കുഞ്ഞിന് അമ്മ വഴക്ക് പറഞ്ഞു. ഈ സിസ്റ്ററൊക്കെ അത്രയ്ക്ക് നീളെ ഉള്ള കുഞ്ഞിന് +2 കഴിഞ്ഞ കുഞ്ഞാണ്. സോറി, ഫോർ എക്സാമ്പിൾ വേണ്ടി പറയുന്നത്, മമ്മി ഏതാണ്ടൊരു കാര്യം പറഞ്ഞപ്പോ ഇവിടെ വീട്ടിൽ നിന്ന് ആക്റ്റീവ് എടുത്തുകൊണ്ട് വന്ന് ആ കുണ്ട്രയെ കൊടുത്ത് വരവ് സൂപ്പർ ഫാസ്റ്റ് വന്നപ്പോൾ അതിന്റെ മുമ്പിലോട്ട് വാർത്തയിലൊക്കെ ഒരുപക്ഷെ നിങ്ങൾ വായിച്ചു കാണും, ഇടിച്ച് കയറ്റി കാണും. KSRTC ഡ്രൈവർ പറയുകയാണ്, ഞാൻ എത്ര വെട്ടിച്ചു മാറ്റാൻ ശ്രമിച്ചതൊക്കെ ഈ കുഞ്ഞ് മനഃപൂർവ്വമായി വന്നു ഇടിച്ചു കയറ്റുകയാണ്, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത്തരം മുറിവുകളും ഇത്രത്തോളം ഹൃദയത്തിൽ ആഴത്തിൽ ഇവർക്ക് എങ്ങനെയാണ് ഇതുണ്ടായത്? നമ്മൾ വിചാരിക്കും ഈ കുഞ്ഞുങ്ങളെ ഈ സാധനമൊക്കെ അല്ല, ആ സാധനമൊക്കെ, ഈ സാധനമൊക്കെ ഒന്നും അറിയാത്തതാണ്. ഇവരെല്ലാം നമ്മളെ കാണുന്നില്ല, ഇവരെല്ലാം നമ്മളെ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ എല്ലാ വികാരങ്ങളെയും വിചാരങ്ങളെയും മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഈ കുഞ്ഞുങ്ങൾക്കുണ്ട്. നമ്മൾ വിചാരിക്കും 5 വയസ്സുള്ള അല്ലെങ്കിൽ 4 വയസ്സുള്ള 3 വയസ്സുള്ള കുഞ്ഞിനൊന്നും അറിയത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എവിടെ നിന്ന് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അതിനുള്ള ഉത്തരം ചിലപ്പോൾ അവിടെ നിന്ന് പറയും, അല്ലേ? എന്റെ അനുഭവം കൂടെ ഞാനീ പറയും. അവർ എത്ര വലിയ ചെയ്യുകയാണെങ്കിലും ഞാൻ ചോദിച്ചതിന്റെയോ ഞാൻ പറഞ്ഞതിന്റെയോ നമ്മൾ തമ്മിൽ സംസാരിച്ചതിന്റെയോ ഉത്തരം അവര് പറഞ്ഞു കളയും. ഞാൻ ചോദിക്കുന്നു, ഇതെന്തോ മാജിക്കാ? അവരവരുടെ ലോകത്തല്ലേ? അല്ല, അവരുടെ ലോകത്തിൽ മാത്രമല്ല നമ്മുടെ ലോകത്തും കൂടെ ആണ് അവര്. നമ്മുടെ ലോകത്തിലും കൂടെ അവര് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുമ്പോൾ അവരുടെ വ്യക്തിത്വത്തെ കൂടെ ബഹുമാനിച്ചിട്ട്, അവരുടെ വ്യക്തിത്വത്തെ കൂടെ ആദരിച്ചിട്ട്, അവരുടെ വികാരങ്ങളെ ഉൾക്കൊണ്ട് മാത്രമേ അവരെ ശിക്ഷിക്കാവൂ. പലപ്പോഴും ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഞാൻ നടത്തിയ പഠനത്തെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, കുഞ്ഞുങ്ങളെ വേണ്ട പ്രാധാന്യം, കുഞ്ഞുങ്ങൾക്ക് വേണ്ട ബഹുമാനം പലപ്പോഴും നമ്മൾ കൊടുക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാതാപിതാക്കൾ കൊടുക്കാറില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിലൂടെ നിങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. എന്താ പറയുമ്പോൾ, അതിലായി ഫോർ എക്സാമ്പിൾ, ഞാൻ തന്നെ നിങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റായിട്ട് വരികയാണ്. ഒരു അച്ഛൻ സ്വീകരിച്ചു, അമ്മാമയെ പരിചയപ്പെടുത്തി, അവിടെ കൊണ്ട് അവസാനിപ്പിച്ചു. എന്നാൽ അങ്ങനെയല്ല സത്യത്തിൽ ചെയ്യുന്നത്. അത് നിങ്ങളെ പരിചയപ്പെടുത്തി, പിന്നെ അമ്മാമയെ പരിചയപ്പെടുത്തി, പിന്നെ കുഞ്ഞിനെ പരിചയപ്പെടുത്തി. എത്ര കുഞ്ഞുങ്ങളുണ്ടോ അത്രയും കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തേണ്ടത് ഉത്തരവാദിത്വം മാതാപിതാക്കളാണ്. അവൻ കുഞ്ഞു തല്ലിയോ? അപ്പോ അവനൊരു കാര്യം മനസ്സിലാകും, ഞാനും ബഹുമാനത്തിന് യോഗ്യനാണ്, ഞാനും ഈ സ്ഥാനത്തിനൊക്കെ അർഹനാണ്, ഞാനും ഈ പദവികൾക്കൊക്കെ അർഹനാണ് എന്നൊരു ചിന്ത. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവന് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, അവനൊരു വ്യക്തിത്വമുണ്ട്, അവൻക്കൊരു വ്യക്തിത്വമുണ്ട്. നോക്കിക്കേ, ആ കുഞ്ഞിന് മനസ്സിലാകും, അയ്യോ എല്ലാവരും വരുമ്പോ ഞാനും അവിടെ ഉണ്ടാകും, ഞാനും നോക്കിക്കേ ആ ഭവനത്തിനകത്ത് പ്രാധാന്യമുള്ളയാളാണ്.
ഞാനും ആ ഭവനത്തിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരാളാണ്. അപ്പോ കുഞ്ഞിന്റെ ചിന്താഗതി വളർത്തുന്നത്, കുഞ്ഞിന്റെ ഇമോഷണൽ നമ്മളോടായിരിക്കും. നമ്മളോട് ബഹുമാനം കൂടും, നമ്മളോട് സ്നേഹം കൂടും. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ, ഞാൻ ഈ വീട്ടിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്. എനിക്കിരിക്കുന്ന മാതാപിതാക്കളോടൊരു ചോദ്യം: നിങ്ങളുടെ കുഞ്ഞിനോട് കൂടെ ചോദിച്ചിട്ടാണോ നിങ്ങളുടെ വീട് പണിയുന്നത്? നിങ്ങളുടെ കുഞ്ഞിനോട് കൂടെ ചോദിച്ചിട്ടാണോ കാറ് വാങ്ങിക്കുന്നത്? നിങ്ങളുടെ കുഞ്ഞിനോട് കൂടെ ചോദിച്ചിട്ടാണോ ഏതെങ്കിലും ഒരു കാര്യം വാങ്ങിക്കുന്നത്? പൈസ എന്നതാ, എനിക്കിഷ്ടം പോലെ ഞാൻ വാങ്ങിക്കും. നാളെ അവന്റെ പൈസ അവന് ഇഷ്ടമുള്ളത് കൊടുക്കുക. ആര് ചോദിക്കും? വീട്ടിൽ ഒരു പറയാം, ടി വി വാങ്ങിക്കുക. ജസ്റ്റ് അവരോട് ചോദിക്കണം, മോനെ ഏത് ടി വി വാങ്ങിക്കണം, നിന്റെ സജഷൻ നല്ലതുണ്ടോ? അവനൊത്തിരി പേര് പറയാനുണ്ടെന്ന്, അവന് അഭിപ്രായങ്ങളുണ്ടെന്ന്, അവന് ആശയങ്ങളുണ്ടെന്ന്, അല്ലെങ്കിൽ അവൾക്ക് ആശയങ്ങളുണ്ടെന്ന്. ആ ആശയത്തെ നമ്മളത് മാനിച്ചാൽ തീർച്ചയായിട്ടും നമുക്കൊരു തീരുമാനമെടുക്കാൻ കഴിയാത്തൊരു കാലയളവിൽ അവൻ നമ്മെ സഹായിക്കും. ഇനി പറഞ്ഞു വരുന്നത്, ഞാൻ ഇതിന്റെ അബ്രിവേഷൻസോ ഇതിന്റെ ഇംഗ്ലീഷ് ടേമോ ഒന്നും പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിയറി അല്ല നമുക്ക് ആവശ്യം. നമുക്ക് ഏറ്റവും ആവശ്യം പ്രായോഗികമായ നമ്മുടെ ജീവിതത്തിലെ അറിവാണ് ആവശ്യം. നമ്മുടെ കുഞ്ഞിനെയും കൂടെ ഉൾപ്പെടുത്തി ഒരു തീരുമാനമെടുത്താൽ, നീ കുഞ്ഞെ നീ ഇവിടെ മാറി, നിനക്ക് എന്തോ അറിയാം. ആര് പറഞ്ഞവൻ അറിയത്തില്ല, നമ്മളെക്കാൾ അറിയാം, നമ്മളെക്കാൾ വേഗത്തിൽ തീരുമാനമെടുക്കാൻ കഴിവുണ്ട്, നമ്മളെക്കാൾ ഒരു പക്ഷെ നല്ല അറിവ് അവർക്കുണ്ടാകാം. അതുകൊണ്ട് അവരുടെ അറിവുകളെ മാനിക്കണം, അവരുടെ വികാരങ്ങളെ മാനിക്കണം. എന്താ പറയുക, നിങ്ങൾക്ക് കേട്ടിട്ട് എന്താ തോന്നുന്നു? നമ്മൾ ഇതുവരെ ചെയ്തു വന്നത് ശരിയായിരുന്നു? എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. അത് കുടുംബജീവിതത്തിലാണെങ്കിൽ, പേരന്റിങ്ങിലാണെങ്കിലും എവിടെയെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ തിരുത്തണം. നമ്മുടെ സെക്ഷന് കഴിയാൻ സമയം നമ്മൾ പ്രധാനമായിട്ടും ചിന്തിച്ച കാര്യങ്ങൾ, ഒന്ന്, നമ്മുടെ കുടുംബജീവിതത്തെ എങ്ങനെ സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് ഒറ്റ കാര്യം ചെയ്യുക: പരസ്പരം അറിയുക. പരസ്പരം അറിയുക മാത്രമല്ല, നമ്മുടെ ആശയവിനിമയത്തെ വർദ്ധിപ്പിക്കുക. നമ്മുടെ ആശയവിനിമയത്തെ വർദ്ധിപ്പിച്ചാൽ നമ്മുടെ കുടുംബജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമുള്ള ദിവസങ്ങളായി മാറും. മൂന്നാമത്തെ പ്രതിനിധി പേരന്റിങ്ങിനെ കുറിച്ചാണ് ചിന്തിച്ചത്. പേരന്റിങ് ഏറ്റവും സുഗമമായ ഒരു പേരന്റിങ് നമ്മൾ നേരത്തെ ചിന്തിച്ചത്, നമ്മളെല്ലാം കടന്നു വരുന്ന പേരന്റിങ് അതോറിറ്റേറിയൻ പേരന്റിങ്. ഈ അതോറിറ്റേറിയൻ പേരന്റിങ് ഏറ്റവും മോശമായ ഒരു പേരന്റിങ്. ഒത്തിരി പേരന്റിങ്ങിനെ കുറിച്ച് അത് വെച്ച് കഴിഞ്ഞാൽ സെക്ഷനായിട്ട് ഞാൻ എടുക്കുന്നത്. അപ്പോ ഈ അതോറിറ്റേറിയൻ പേരന്റിങ് അല്ല നല്ല പേരന്റിങ്. മറിച്ച് അവന്റെ വികാരങ്ങളെ മനസ്സിലാക്കി, അവളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കി, അവന്റെ തീരുമാനങ്ങളെ മനസ്സിലാക്കി അവനോട്, അല്ലെങ്കിൽ ആ കുഞ്ഞിനോട് നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല മാതാപിതാക്കളായി മാറും. എന്റെ ചോദ്യം, എന്നും നമ്മുടെ കുഞ്ഞിനെ നമ്മൾ കെട്ടിപ്പിടിക്കാറുണ്ട്. ഇച്ചിരി വലുതായെന്ന് പറഞ്ഞ് നമ്മളെ കെട്ടിപ്പിടിക്കാതിരിക്കുന്നത്, ഞാൻ പറഞ്ഞ കഴിവെടുത്തോളം എല്ലാ ദിവസവും നമ്മുടെ കുഞ്ഞിനെ ഹഗ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ എന്തിനെന്ന് പറയുമ്പോൾ അതിന്റെ പിറകിൽ ഒരുപാട് രഹസ്യം. നമ്മുടെ ഹഗ്ഗിനകത്ത് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ശുശ്രൂഷകൻ എന്ന എനിക്ക് പറയണം, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട്, അത് അവനിലും വ്യാപരിക്കും. നമ്മുടെ സ്നേഹം അവനിൽ വ്യാപരിക്കും. നമ്മുടെ മേൽ വെളിപ്പെടുന്ന ദൈവകൃപയുണ്ട്, അത് നമ്മുടെ കുഞ്ഞിന്മേൽ വ്യാപരിക്കും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.
ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കുന്ന ഒരു സമയത്തിനായി സ്തോത്രം ചെയ്യും. കർത്താവെ, കുടുംബജീവിതം അങ്ങയുടെ ദൈവത്തിന്റെ ദാനമാണ്. തലമുറകളും ദൈവത്തിന്റെ ദാനമാണ്. ഈ ദാനങ്ങളെ ഞങ്ങൾക്ക് നന്നായി കൈകാര്യം ചെയ്യുവാൻ, അത് ഏറ്റവും സന്തോഷമുള്ളതാക്കി മാറ്റുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ തന്നിട്ടുള്ള എല്ലാ നല്ല വഴികൾക്കുമായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു കുറവുകൾ വന്നിട്ടുണ്ട്, എവിടെയെങ്കിലും ഒരു വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ ഞങ്ങളോട് ക്ഷമിച്ച് അവിടൊക്കെ നിരപ്പാകുവാൻ, ഞങ്ങൾ വേണ്ടുന്നത് പോലെയായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം സഹായിച്ചു. ഞങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിച്ചുള്ള പ്രാർത്ഥന കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സംസാരിക്കാൻ ദൈവം നമ്മെ അനുവദിച്ചല്ലോ. ഞാൻ ഇത്രത്തോളം പറഞ്ഞ ഏതെങ്കിലും വിഷയത്തിനകത്ത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുതി അടുത്ത സെക്ഷനിൽ ഞാൻ എൻ്റെ കയ്യിൽ തരാമെന്ന കാര്യം കൂടി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.